സംസ്ഥാനത്ത് ഇന്നു മുതൽ മഴ ശക്തമാവുകയാണ്. 9 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടുണ്ട്. ബുധൻ വ്യാഴം ദിവസങ്ങളിൽ എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുമുണ്ട്. മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത 3 ദിവസത്തിനകം കേരളത്തിൽ കാലവർഷം എത്തുമെന്നാണ് അറിയിപ്പ്. സുനിഷ ഏലൂർ നൽകും വിശദാംശങ്ങൾ. സുനിഷ, അപ്പോഴിനി ഔദ്യോഗികമായുള്ള മഴക്കാലമാണ്. മഴ ശക്തമാകുമെന്നുള്ള മുന്നറിയിപ്പുകളാണ് ലഭിക്കുന്നത്. എന്തൊക്കെയാണ് ജാഗ്രതാ നിർദ്ദേശങ്ങളും മറ്റ് വിശദാംശങ്ങളും? കീർത്തന, അതാണ് 2 ദിവസത്തിനുള്ളിൽ കാലവർഷം കേരളത്തിലേക്ക് എത്തുമെന്നുള്ളത് തന്നെയാണ്. അതിനുള്ള അനുകൂല സാഹചര്യമാണ് നിലവിലുള്ളത് എന്നുള്ളതാണ് കാലാവസ്ഥാ കേന്ദ്രം പറയുന്നത്. അതുകൊണ്ട് തന്നെ വരുന്ന ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കാലാവസ്ഥാ കേന്ദ്രം പ്രവചിക്കുന്നുണ്ട്. ഇന്ന് 9 ജില്ലകൾക്കാണ് യെല്ലോ അലേർട്ട് നൽകിയിരിക്കുന്നത്. അത് തിരുവനന്തപുരവും കൊല്ലവും ഇടുക്കിയും പാലക്കാടും ഒപ്പം കാസർഗോഡും ഒഴികെയുള്ള എല്ലാ ജില്ലകൾക്കും ഇന്ന് യെല്ലോ അലേർട്ട് നൽകിയിട്ടുണ്ട്. നാളെയും 10 ജില്ലകൾക്ക് യെല്ലോ അലേർട്ട് ഉണ്ട്. പക്ഷേ അടുത്ത ദിവസം ബുധനാഴ്ച മുതലാണ് അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കൂടി കാലാവസ്ഥാ കേന്ദ്രം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ എല്ലാ ജില്ലകൾക്കും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല 5 ജില്ലകൾക്ക് ഓറഞ്ച് അലേർട്ട്, അതിശക്തമായ മഴ മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ട്. അത് ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഒപ്പം തന്നെ തൃശൂർ, മലപ്പുറം ജില്ലകൾക്കാണ് ഓറഞ്ച് അലേർട്ട് നൽകിയിട്ടുള്ളത്. അതിന് പിന്നാലെ തന്നെ അടുത്ത ദിവസങ്ങളിലെല്ലാം ഇതേ രീതിയിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത തന്നെയാണ് കാലാവസ്ഥാ കേന്ദ്രം പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മഴ മാത്രമല്ല, ശക്തമായ കാറ്റിനുള്ള സാധ്യത കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേക ജാഗ്രത നിർദ്ദേശം പാലിക്കണം എന്നുള്ളൊരു കാര്യം കൂടി കാലാവസ്ഥാ കേന്ദ്രം നൽകുന്നുണ്ട്. സ്വാഭാവികമായും സ്കൂൾ തുറക്കുന്ന ഒരു സമയമൊക്കെയാണ്. കടുത്ത മഴയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങളെല്ലാം നടത്തേണ്ടതുണ്ട് എന്നൊരു നിർദ്ദേശം നൽകുകയും ചെയ്യുന്നുണ്ട്. മോശം കാലാവസ്ഥയ്ക്ക് സാധ്യതയുള്ളതുകൊണ്ട് തന്നെ ഉയർന്ന കാറ്റിനുള്ള സാധ്യത കണക്കിലെടുത്ത് തന്നെ ഈ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇപ്പോഴും മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് തുടരുമെന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ കടലിൽ പോകുന്നത് ഈ ദിവസങ്ങളിൽ പാടില്ല എന്നുള്ളൊരു നിർദ്ദേശം കൂടി ദുരന്ത നിവാരണ അതോറിറ്റി അടക്കം നൽകുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും മഴക്കാലത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് എന്നുള്ളതാണ്. സ്വാഭാവികമായും സ്കൂളൊക്കെ തുറക്കുമ്പോഴാണ് ഈ മഴയൊക്കെ കനത്ത് തന്നെ പെയ്യാറുണ്ട്. ഇന്ന് തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഒരു തെളിഞ്ഞ കാലാവസ്ഥ കാണുന്നുണ്ട്. പക്ഷേ ഏതായാലും അടുത്ത ദിവസങ്ങളിലെല്ലാം തന്നെ ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നുണ്ട്. അതിനനുസരിച്ചുള്ള ജാഗ്രത മുൻകരുതലുകളും എടുക്കണമെന്നൊരു കാര്യം കൂടി ബുധനാഴ്ച മുതലാണ് മഴ ശക്തമാവുമെന്നുള്ള അറിയിപ്പ് ലഭിച്ചിരിക്കുന്നത്. ഒപ്പം ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. സുനിഷ ഏലൂരാണ് വിശദമായി വിവരങ്ങൾ നൽകിയത്.